മമ്മൂക്കയ്ക്കൊപ്പം സണ്ണി ലിയോണിന്റെ കൊലമാസ് ഐറ്റം ഡാൻസ്. സൂപ്പർ ഹിറ്റായ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജയിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലോകമെമ്പാടും ആരാധകരുള്ള നീലചിത്ര നായികയും ബോളിവുഡിലെ ഐറ്റം ഡാൻസറുമായ സണ്ണി ലിയോണും ഒന്നിക്കുമ്പോൾ അത് ആരാധകരെ ഇളക്കി മറിക്കുമെന്ന് ഉറപ്പാണ്. തിയേറ്ററുകളിൽ തിരയിളക്കം സൃഷ്ടിക്കാനും യുവ ആരാധകരിൽ തീ പടർത്താനും ഈ ഒറ്റ പാട്ടിലൂടെ കഴിയുമെന്ന് ഉറപ്പാണ്. കൊച്ചിയിലെ സ്റ്റുഡിയോയിലും മറ്റുമാണ് മമ്മൂട്ടിയും സണ്ണി ലിയോണും ഒരുമിച്ചുള്ള പാട്ട് ചിത്രീകരിച്ചത്. സലീം കുമാർ, നോബി, ബൈജു എഴുപുന്ന തുടങ്ങിയവരും കിടുക്കുന്നു. പുലിമുരുകന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് മധുരരാജ. ചിത്രത്തിൽ അഭിനയിക്കാനായി സണ്ണി ലിയോൺ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതൽ ആരാധകരുടെ ആർപ്പുവിളി തുടങ്ങിയതാണ്. സണ്ണി ലിയോണിനൊപ്പം സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും യുവാക്കളുടെ വലിയ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് അവർ താമസിക്കുന്ന ഹോട്ടലിലും ലൊക്കേഷനിലും സ്വകാര്യ സുരക്ഷാ ഏജൻസികളെ നിയോഗിച്ചു. പുറത്തു നിന്നുള്ള ആർക്കും സണ്ണി ലിയോണെ കാണാൻ അനുമതി ഉണ്ടായിരുന്നില്ല. മുമ്പ് മൊബൈൽ കടയുടെ ഉദ്ഘാടനത്തിന് സണ്ണി ലിയോൺ കൊച്ചിയിലെത്തിയപ്പോൾ മണിക്കൂറുകളോളം MG റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ബോളിവുഡ് താരങ്ങളിൽ ഒരാളാണ് സണ്ണി ലിയോൺ. അവരുടെ പോൺ വീഡിയോകളും ചിത്രങ്ങളും കാണാൻ യുവാക്കൾ കാണിക്കുന്ന ആവേശം തിയേറ്ററിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് വൈശാഖ് മധുരരാജയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. പ്രിയാമണിയുടെ ലുങ്കി ഡാൻസ് പോലെ നാളെ സണ്ണി ലിയോണും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ഐറ്റം ഡാൻസ് വൈറലാകുമെന്നതിൽ സംശയമില്ല. ഗോപി സുന്ദറാണ് ഗാനത്തിന് ഈണമിട്ടിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ പൃഥ്വിരാജും ശ്രേയ റെഡ്ഡിയും അടക്കം വലിയ താരനിരയാണ് ഉണ്ടായിരുന്നത്. രണ്ടാം ഭാഗത്തിൽ അതുക്കും മേലെയാണ്. തമിഴിൽ നിന്ന് ജയ്, മഹിമ നമ്പ്യാർ എന്നിവരും അനുശ്രീ, ഷംന കാസിം തുടങ്ങിയ മലയാള നടികളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഫ്ലാഷ് എന്ന മോഹൻലാൽ ചിത്രം വരുത്തിവെച്ച വലിയ സാമ്പത്തിക ബാധ്യത ടോമിച്ചൻ മുളകുപാടം നികത്തിയത് പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റിലൂടെയാണ്. 150 ദിവസത്തോളം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു. രണ്ടാം ഭാഗം പക്ഷേ ടോമിച്ചനല്ല നിർമ്മിക്കുന്നത്. ആദ്യ ഭാഗത്തിന് തിരക്കഥ എഴുതിയ ഉദയകൃഷ്ണ തന്നെയാണ് രണ്ടാം ഭാഗത്തിനും തൂലിക ചലിപ്പിക്കുന്നത്. പോക്കിരി രാജ തമിഴിലും തെലുങ്കിലും മൊഴിമാറ്റി പ്രദർശിപ്പിച്ചിരുന്നു. മധുരരാജയിൽ തമിഴ് യുവനായകൻ ജയ്യും മഹിമ നമ്പ്യാരും ഉള്ളതിനാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും വിജയസാധ്യത കൂടുതലാണ്. സണ്ണി ലിയോൺ ഉള്ളതിനാൽ ഗ്ലോബൽ മാർക്കറ്റും ലഭിക്കും. 100 കോടി ക്ലബിൽ ഇടം നേടുക എന്ന ചരിത്രം വൈശാഖ് ആവർത്തിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.